ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ നോയമ്പ് കാലഘട്ടത്തിൽ UAE സെൻറ്റർ മർത്തോമ സുവിശേഷ സേവ്യ സംഘത്തിൻ്റെ സ്നേഹധ്വനി എന്ന വചന ശുശ്രൂഷയിൽ ഒരു ഭാഗമാകുവാൻ ദൈവം തന്ന അവസരത്തിനെ ഓർത്ത് നന്ദി കരയേറ്റുന്നു. വീണ്ടും ഒരു നോയമ്പ് കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. എല്ലാ വർഷവും ഇത് തുടരുന്നു. ഇന്ന് നോയമ്പും നോയമ്പാചരണവും ഒരു ആഘോഷമായി മാറിയിരിക്കുന്നു. പലപ്പോഴും നാമും ഇത്തരത്തിൽ ആഘോഷങ്ങളുടെ പിന്നാലെയല്ലേ? എത്രയോ വർഷങ്ങളായി നാം വചനം കേൾക്കുകയും നോയമ്പ് ആചരിക്കുകയും ചെയ്യുന്നു. എന്തു മാറ്റമാണ് നമ്മിൽ ഉണ്ടായിട്ടുള്ളത്? നോയമ്പിൻ്റെ കാലത്ത് മാത്രം നാം ചില ശീലങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. നോയമ്പിന് ശേഷം പഴയ ജീവിതത്തിലേക്ക് നാം മടങ്ങിപ്പോകുന്നു. ഇതാണോ യഥാർത്ഥ നോയമ്പ്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദൈവവചനനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നോയമ്പിൻ്റെ അനുഭവത്തിലൂടെ വേണം കടന്നു പോകുവാൻ. നോയമ്പ് ചില ദിവസത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുവാൻ പാടില്ല. ജീവിതാവസാനം വരെ നോയമ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കണം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഈ ഭേദഭാഗമാണ്. വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് വിളിച്ചു പറയുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ പ്രവർത്തനങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. തൻ്റെ പ്രസംഗം കേൾക്കുവാൻ വന്നുകൂടിയ പുരുഷാരത്തിൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാൻ 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതിനെക്കുറിച്ചാണ്. അതിനുശേഷം യേശു പടകിൽ കയറി അക്കരയ്ക്ക് പോയി. അവിടെ നിന്ന് ബേത്സായിലെത്തുമ്പോൾ കുരുടനെ സൗഖ്യമാക്കുന്നു. യേശു തൻ്റെ ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നതും പത്രോസ് യേശുവിനെ ശാസിക്കുന്നതും യേശു പത്രോസിനെ തിരികെ ശാസിക്കുന്നതും നമുക്ക് കാണാം. അതിനുശേഷം യേശു പുരുഷാരത്തെയും ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറയുന്നതാണ് നാം വായിച്ച വേദഭാഗം. യേശുവിലേക്കുള്ള പൂർണ്ണമായ ഒരു ക്ഷണമാണ് നോയമ്പിൻ്റെ കാലഘട്ടം. അതിനൊരു വിലയുണ്ട്. അതിന് 3 കാര്യങ്ങൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു. ഒന്നാമതായി, സ്വയം ത്യജിക്കുക. സ്വയം ത്യജിക്കുക അല്ലെങ്കിൽ സ്വയം നിരാകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും ആസക്തികളും ഉപേക്ഷിക്കുക. ഇത് സ്വയമായി വെറുക്കുക എന്നല്ല, മറിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുകയും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രസ്ഥാനം നൽകുകയും ചെയ്യുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ ആജ്ഞയനുസരിച്ച് ജീവിതം നയിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഗസ്തമനയിൽ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നമുക്കിത്തരത്തിൽ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിനായി സമർപ്പിക്കാമോ? നമ്മുടെ സമയം, സമ്പത്ത്, ജോലി, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം അങ്ങനെ സമർപ്പിക്കുമ്പോൾ മാത്രമേ യേശു ക്രിസ്തു പറയുന്നത് പോലെ അവനെ അനുഗമിക്കാൻ സാധിക്കൂ. രണ്ടാമതായി, തൻ്റെ ക്രൂശ് ചുമക്കുക. ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള തയ്യാറെടുപ്പ്. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ക്രൂശ് വളരെ മോശകരമായ ഒരു അടയാളമായിരുന്നു. കൊടും കുറ്റവാളികൾക്ക് നൽകിയിരുന്ന ശിക്ഷയാണ് ക്രൂശിൽ തറച്ച് കൊല്ലുക എന്നത്. ക്രൂശ് ശിക്ഷയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. ക്രൂശിൽ തറക്കപ്പെട്ടവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് വായിക്കുന്നു. ഇവിടെ ക്രൂശ് ചുമക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനായി കഷ്ടപ്പെടുവാനും അപമാനങ്ങൾ ഏറ്റുവാങ്ങുവാനും പീഡകൾ സഹിക്കുവാനും തയ്യാറാവുക എന്നതാണ്. വേദപുസ്തകത്തിൽ അനേക വിശ്വാസവീരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായി, എന്നെ പിന്തുടരുക. അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതം. ക്രൂശ് എടുത്ത് എന്നെ പിന്തുടരുക. യേശുവിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ യേശുവിനെ മാതൃകാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നാണ്. യേശു ചെയ്തതുപോലെ ജീവിക്കുകയും യേശു സഹജീവികളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും വിനയത്തോട് പെരുമാറുകയും ചെയ്യുക. ജീവിതത്തിൽ മറ്റുള്ളവരെ മാതൃകാപരമായി പെരുമാറണം. ജീവിതത്തിൽ മാറ്റേണ്ട ചില ശീലങ്ങൾ മാറ്റി സമർപ്പണത്തോടെ ജീവിക്കണം. ഇത് നൊയമ്പ് കാലത്തേക്ക് മാത്രമല്ല,
ജീവിതകാലം മുഴുവനും ഓരോ ദിവസവും പുതിയ സമർപ്പണത്തോടെ ആവണം. നമ്മുടെ സമർപ്പണം ചില ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചില മാസങ്ങൾ മാത്രം. യേശുവിനെ പിന്തുടരുന്നത് ലോകപ്രകാരം സുഖകരമായ ഒരു അനുഭവമല്ല. പിന്തുടരുന്നവർക്ക് പ്രതിഫലമുണ്ട്. നിശ്ചയമായും സത്യസന്ധമായും പൂർണ്ണമായും പിന്തുടരുന്നുവെങ്കിൽ നാം സ്വയം ത്യജിക്കുവാനും ത്യാഗം അനുഭവിപ്പാനും അനുസരിപ്പാനും തയ്യാറാകണം. ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് വെറുതെ വിശ്വസിക്കാൻ മാത്രമല്ല, മറിച്ച് പൂർണ്ണമായും അവനെ പിന്തുടരുവാനാണ്. ഈ ക്ഷണം സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ? അതിനായി ഈ നൊയമ്പ് കാലഘട്ടം നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.